ഫിഷിംഗ് ബാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വെട്ടുചൂണ്ടയാണ് ഇടാൻ പോകുന്നത്. വെട്ടുചൂണ്ടനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഫിഷിങ്ങിനായിട്ട് വന്നേക്കാണ്. ഇത് സ്റ്റിക്ക് വെക്കാനുള്ള പൈപ്പാണ്. കണ്ടോ, ഇതാണ് നമ്മള് സ്റ്റിക്കും റീലും കുത്തി വെക്കാനുള്ള PVC പൈപ്പ്. ഈ PVC പൈപ്പിന്റെ മുകളിലാണ് ഈ 8 mm കമ്പി വെച്ചിട്ടുള്ളത്. ഒരു 10 ഇഞ്ച് 11 ഇഞ്ച് നീളത്തിലാണ് താഴോട്ടുള്ളത്. പിന്നെ ഒരടിയോളം പൈപ്പ് തൊട്ടിട്ട് മുകളിലേക്ക് ഒരടിയോളം ഉണ്ട്. പിന്നെ ഒരു 3 ഇഞ്ചോളം നീളത്തിൽ ബെൻഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലേക്ക് താന്ന് നിൽക്കും. അതുപോലെ നമുക്ക് വലിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചൂണ്ട ഇതെവിടെയാണ് കെട്ടി വെച്ചേക്കണത്. നമ്മുടെ റീലിൻ്റെ ഈ ഭാഗം ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കെട്ടി വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീലിൻ്റെ ഉള്ളിലേക്ക് മണ്ണൊന്നും തെറിച്ചിട്ട് കംപ്ലൈൻറ്റ് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് റീല് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വയ്ക്കുന്നത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വെട്ടുചൂണ്ട സ്റ്റൈലിലാണ് ഇന്നത്തെ ഫിഷിങ്. കണ്ടോ, ഇത് പൊന്ത് 8 mm ഹുക്ക്. ഈ ഹുക്ക് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോവാതിരിക്കാനാണ് നമ്മൾ ഈ ഭാഗത്ത് ക്യൂടെക്സ് നെയിൽ പോളിഷ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, അപ്പോൾ തുരുമ്പ് പിടിച്ച് പോകാനുള്ള സാധ്യത കുറവാണ്. ഇത് നമ്മുടെ ഡിബാവൻ്റെ ഫിഷിംഗ് റീല് 6000. ഫാൻറ്റം കാറ്റ് ഫിഷ് റോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡ് ലൈന് ഗോഡ്സില 28 mm 50 LB. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റിക്ക് വെക്കുന്ന പൈപ്പൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഏറ്റവും വില കുറഞ്ഞ ബ്രൈഡും അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രൈഡുമാണ് ഗോഡ്സില 28 mm 50 LB. ഇത്രയും കാലത്തെ ഫിഷിംഗ് ജീവിതത്തിനിടയിൽ ഇത്രയും നല്ലൊരു സൂപ്പർ ബ്രൈഡ് ലൈൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഏറ്റവും കുറഞ്ഞ വിലയാണ് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ. എന്താ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഭാഗം പിടിച്ചിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നുണ്ട്. കണ്ടോ, ഇനി ഇളകി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മളിത് കല്ലടമുട്ടി ആണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് അനാബസ്, കരിപ്പിടി എന്നൊക്കെ പറയും. പല നാടുകളിൽ പല പേരാണ്. ഉണ്ടോ, രണ്ട് തരം ബൈറ്റാണെന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നൊന്ന് തവളക്കുഞ്ഞുങ്ങളാണ്. കല്ലടമുട്ടിയുടെ പുറം ഭാഗത്ത് ഒരു 4 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമുക്ക് ഇത് ഹുക്ക് കോർത്ത് വെക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ ഈ കല്ലടമുട്ടിനെ വെച്ചിട്ടാണ് നമ്മളിന്ന് വരാൽ ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ,
ഇനി ഇത് ലോങ്ങിലേക്ക് കാസ്റ്റ് ചെയ്തിടുക. ഇതാ ഇവിടെ ഇതിൻ്റെ പൊന്തുണ്ട്. ഫസ്റ്റ് തന്നെ ചണ്ടിയിൽ കുടുങ്ങിപ്പോയി. അപ്പൊ നമ്മൾ സ്റ്റിക്ക് റീലും ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. കണ്ടോ? ഇത് ഏറച്ചൂണ്ടയാണ്. ഇതുപോലെ തന്നെ വെട്ടച്ചൂണ്ട സെറ്റ് ചെയ്തേക്കണാണ്. പുലർച്ചെ സമയത്ത് ഒരുപാട് ചേട്ടന്മാര് കുന്നംകുളം മാർക്കറ്റിലേക്ക് മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. ആ ബൈക്കിൽ പോകുന്ന ചേട്ടന്മാരൊക്കെ അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോകുന്നവരാണ്. എന്നിട്ട് അവർ കൊടുന്നിട്ട് വിതരണം ചെയ്ത് വിൽക്കും. ഈ കൈച്ചൂണ്ട വെട്ടുമ്പോൾ നമ്മൾ ഇത് വലയ്ക്ക് ഉപയോഗിക്കുന്ന പൊന്താണ്. അതുപോലെ 8 mm ഹുക്ക്. ഇതിൽ നമ്മൾ തവള കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട് രാത്രി. കണ്ടോ? രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തവള കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് എളുപ്പം. ഉണ്ടോ? അപ്പൊ നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ തവള വെച്ചിട്ടുള്ള വെട്ടിച്ചുകൊണ്ടല്ല ഒരു അടിപൊളി കിട്ടില്ല സ്നേക്ക് കെട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? എൻ്റെ തവളനെ കടിച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടില്ല. പുറത്ത് തന്നെയാണ് തവള ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഹുക്ക് എൻ്റെ വാഴയുടെ ചുണ്ടുമ്മ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ഈ വലയിലിടുന്ന പൊന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഈ മീനെ കിട്ടിയിട്ടുള്ളത്. ഹുക്ക് കഴിഞ്ഞിട്ട് ഒരു 12 ഇഞ്ച് നീളം കഴിഞ്ഞിട്ടാണ് ഈ പൊന്ത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി വരാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയ മാസങ്ങളിൽ വെട്ടുചൂണ്ടയിൽ വരാലടിക്കും. പരൽ, അനാബസ്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ കോർത്ത് വെട്ടുവെച്ചാൽ രാത്രിയിലും പകലും വരാലുകൾ ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.